Hello, welcome back to my channel and I'm your Sabagoddess. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? വൺ സെക്കൻഡ്. യെസ്, എക്സെപ്ഷൻ എന്താണ്, എക്സെപ്ഷൻ എങ്ങനെ ത്രോ ചെയ്യാം, എക്സെപ്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻസിൽ മെൻഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാം ത്രൂ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കസ്റ്റം എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ആയിരിക്കും. ഓക്കെ, ഇന്നായിരിക്കും നമ്മുടെ ഡേ 25. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഒരു 5 ഡേയ്സും കൂടി ഡാർട്ട് ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലട്ടർ ആപ്പ് ഡെവലപ്മെന്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ 1 സെക്കൻഡ്. യെസ്, അപ്പൊ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് എന്താണ്? കസ്റ്റം എക്സെപ്ഷൻ. നമുക്ക് ബിൽട്ടിൻ ആയിട്ട് എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ത്രോ കീവേഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. അതല്ലാതെ ബിൽട്ടിൻ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് ക്ലാസ് ആയിട്ടുള്ളതാണ് എക്സെപ്ഷൻ. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്കൊരു കസ്റ്റം എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനുള്ള സിൻടാക്സ് എന്ന് പറയുന്നത് ക്ലാസ് എക്സെപ്ഷന്റെ പേര് കൊടുക്കുക. നെയിം മാത്രമാട്ടെ ഞാൻ കൊടുക്കണേ, നെയിം ഓഫ് എക്സെപ്ഷൻ. ഓക്കെ, എക്സെപ്ഷന്റെ പേര് കൊടുക്കുക. ഇംപ്ലിമെന്റ്സ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, എക്സെപ്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനുള്ളിൽ നമുക്ക് വേണ്ട കൺസ്ട്രക്ടറോ വേരിയബിൾസോ മെത്തേഡ്സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനുള്ളിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിൻടാക്സ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരണത് എന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. ഞാനൊരു ഡയറക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സെപ്ഷൻ അല്ല വേണ്ട, കസ്റ്റം എക്സെപ്ഷൻ. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഓക്കെ, മൈ എക്സെപ്ഷൻ ഇംപ്ലിമെന്റ്സ്. ഏതാണ് കീവേഡ് വരുന്നത്? ഏത് ക്ലാസ്സിന് ഇംപ്ലിമെന്റ് ചെയ്യുക? എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മുടെ കസ്റ്റം എക്സെപ്ഷൻ ഏതാണ്? ഇത് മൈ എക്സെപ്ഷൻ. ഓക്കെ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്താണ്. ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇനി അതിനുള്ളിൽ ഞാൻ ഒരു ഇപ്പോൾ വേണമെങ്കിൽ സ്ട്രിങ് ഒരു മെസ്സേജ് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു മൈ എക്സെപ്ഷൻ കോൾ ചെയ്യാം, ദിസ് ഡോട്ട് മെസ്സേജ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഒരു കസ്റ്റം എക്സെപ്ഷൻ അവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് മൈ ക്ലാസ്. ഇനി എന്ത് ചെയ്യുന്നു? നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു കണ്ടീഷൻ കൊടുക്കാം. ഏജ് 18നേക്കാളും കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൊടുക്കാം. എന്ത് ചെയ്യുന്നു? ഇഫ് ഏജ് ലെസ് ദാൻ 18 ആണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ എക്സെപ്ഷൻ വരണം. ഇപ്പൊ നമ്മളൊരു ഏജ് പാസ് ചെയ്യും. ആ ഒരു ഏജ് എന്നുള്ളത് 18നേക്കാളും ചെറുതാവാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കവിടെ ഒരു എക്സെപ്ഷൻ പാസ് ചെയ്യണം. അതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൊത്തം ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊണ്ടിടാം. ഓക്കെ, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. വോയിഡ് ചെക്ക് ഏജ്, എന്നിട്ട് ഇൻറ്റ് ഏജ്, ഞാനൊരു ഏജ് പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം എന്ത്? ഏജ് ലെസ് ദാൻ 18 ആണെങ്കിൽ എനിക്ക് അവിടെ എന്ത് ചെയ്യണം? എക്സെപ്ഷൻ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ത്രോ ചെയ്യണു. ത്രോ ഏത് എക്സെപ്ഷനാ? അതെ, നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തോക്കുന്ന എക്സെപ്ഷൻ ആണ് ത്രോ ചെയ്യേണ്ടത്. ത്രോ മൈ എക്സെപ്ഷൻ. അതിനുള്ളിൽ നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാം. ദി ഏജ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ഇതിലല്ലല്ലോ, ത്രോ. യെസ്, കണ്ടോ? ഇതിൽ ത്രോ എക്സെപ്ഷൻ. ആ എക്സെപ്ഷൻ എന്നുള്ള കീവേഡ് ആണ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തത്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, വേറെ ഒന്നും നമ്മൾ കസ്റ്റമൈസ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ആ എക്സെപ്ഷൻ എന്നുള്ള ക്ലാസ്സിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു, അല്ല എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു കസ്റ്റമൈസ്ഡ് എക്സെപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമ്മളുടേതായ ഒരു എക്സെപ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനെയാണ് നമ്മളിവിടെ ത്രോ ചെയ്യണത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വേണമെങ്കിൽ എൽസ് പാർട്ട് എഴുതാം. എൽസ് പ്രിന്റ്
യാ യു ആർ ഗ്രേറ്റ് ഇൻ അല്ലെങ്കിൽ എലിജിബിൾ ടു വോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് പാസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, ഒരു മെയിൻ ഫംഗ്ഷനും കൂടി ആഡ് ചെയ്യാം. വോയിഡ് മെയിൻ വാർ obj ഈക്വൽ ടു ഏതാണ്, മൈ ക്ലാസ്. ഇനി എന്ത് ചെയ്യാം, obj ഡോട്ട് ഫംഗ്ഷന്റെ പേരെന്താ, ചെക്ക് ഏജ്. അതിനുള്ളിൽ നമുക്കിപ്പോൾ ഒരു ഏജ് ഒരു 5 പാസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവാൻ നോക്കാം. ആദ്യം തന്നെ എന്താ വന്നേ, അവിടെ ഒരു എറർ വന്നു. കാരണം എന്താ, ഇവിടെയാണ് എക്സെപ്ഷൻ വരാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോ ഈ എക്സെപ്ഷനെ നമ്മളിവിടെ കോൾ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, എക്സെപ്ഷൻ വരാനുള്ള ലൈൻ എന്ന് പറയുന്നത് ഈ 17th ലൈനാണ്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഒരു എക്സെപ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമ്മളവിടെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ട്രൈ, ഇത് ട്രൈനുള്ളിൽ കൊണ്ടിട്ടു. ഞാൻ എന്ത് ചെയ്യാ, ക്യാച്ച് obj എന്ത് ചെയ്തു, പ്രിന്റ് obj പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ റൺ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റൻസ് ഓഫ് മൈ എക്സെപ്ഷൻ, ഇപ്പോഴും അത് നമ്മൾ ഈ കൊടുത്തു നോക്കുന്ന മെസ്സേജ് ഇവിടെ വന്നില്ല, എക്സെപ്ഷൻ അവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഓക്കെ, നമുക്ക് ആ മെസ്സേജും കൂടി അവിടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ സെമിക്കോളൻ ഇട്ടത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്ത് നോക്കുന്നത് കൺസ്ട്രക്ടർ ആക്കിയിട്ട്. നമുക്കത് ഫംഗ്ഷൻ ആക്കി മാറ്റാം. പ്രിന്റ് മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്തു. അഗെയിൻ നമുക്ക് റീറൺ ചെയ്യാം. ഏജ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 8. ഇപ്പൊ ഞാനിത് 56 എന്ന് കൊടുക്കണു. അപ്പൊ അവിടെ എലിജിബിൾ ടു വോട്ട്. ക്ലിയർ ആയോ? അപ്പോ നമുക്ക് എക്സെപ്ഷൻ വരാം, നോർമലി എക്സെപ്ഷൻ വരാം. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രൈ ക്യാച്ച് ഓർ ട്രൈ ബ്ലോക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഫൈനലി കൂടി വേറെ വരുന്നുണ്ട്, അത് നമ്മൾ പഠിച്ചു. അതേപോലെ എക്സെപ്ഷൻ എന്നുള്ളൊരു ക്ലാസ്സിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ത്രോ ചെയ്തൊരു എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ആൻഡ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താ, എക്സെപ്ഷൻ എന്നുള്ള ക്ലാസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് എക്സെപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ക്ലാസ് വേറെ ഫയലിലും ഈ ക്ലാസ് വേറെ ഫയലിലേക്ക് ഇട്ട് സെപ്പറേറ്റ് ഫയൽ ചെയ്തിട്ട് എഴുതാം. അതാണ് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മളിപ്പോൾ എന്താണ്, എല്ലാം കൂടിയിട്ട് ഒരൊറ്റ ക്ലാസ്സിലാണ് എഴുതി വെക്കുന്നത്. ഓക്കെ, ഒറ്റ ക്ലാസ്സിലല്ല, ഒരൊറ്റ ഫയലിലാണ് നമ്മൾ എഴുതി വെക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇന്ന് തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അത് ചെറിയ പാർട്ടായിട്ട് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുണ്ടെന്ന് 2-3 പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാർട്ടായിട്ട് പറയണത്. ഇനി ഒരു 5 വീഡിയോസും കൂടിയാണ് ഡാർട്ടിൽ ഉണ്ടായിരിക്കുക. ഇതിപ്പോൾ 25th വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ 31st വീഡിയോ തൊട്ട് നമ്മൾ ഫ്ലട്ടറിലോട്ട് കയറുന്നുണ്ടായിരിക്കും. ഓക്കെ, കഴിയുന്നതും ഇന്നും നാളെയായിട്ട് ഈ 5 വീഡിയോസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ, ഹാവ് എ നൈസ് ഡേ.